സൗഖ്യമാക്കും. നമ്മുടെ ദുഃഖങ്ങള് കണ്ണുനീരുകളെല്ലാം ഏറ്റെടുക്കും. ഞാനിപ്പോൾ ഓർക്കുകയാണ്, സങ്കീർത്തകന്റെ പുസ്തകത്തില് 34-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പറയുകയാണ്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒന്നിനും കുറവില്ലാതെ അവിടുന്ന് പരിപാലിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സിംഹക്കുട്ടികൾ ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല. എന്നാൽ അത് പട്ടിണി കിടന്നാലും തമ്പുരാനിൽ ആശ്രയിക്കുന്നവനെ ഒരു കുറവുമില്ലാതെ അവിടുന്ന് പരിപാലിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും കഷ്ടപ്പാടുകളും ഉയർച്ചയും താഴ്ചയും എല്ലാം ദൈവത്തിന്റെ പാദാന്തികത്തിൽ സമർപ്പിക്കൂ. പ്രിയമുള്ളവരെ, ദൈവത്തിലെ കാഴ്ചയായി അർപ്പിക്കൂ. തമ്പുരാൻ നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ എല്ലാം ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ സകലതും യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ഏത് വിഷയത്തിൽ നമ്മളിപ്പോൾ അസ്വസ്ഥരാണെങ്കിലും അതെല്ലാം യേശു തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. ഒരിക്കൽ കൂടി കുറുമശ്ശേരിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ, ഹൃദയത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവ് നമ്മുടെ ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയണം. ഉയർച്ചയിലും താഴ്ചയിലുമെല്ലാം കഴിയുവാൻ പറ്റുന്ന പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആനയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും കർത്താവായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിലെ നേട്ടങ്ങൾ കണ്ട് നമ്മൾ അതിൽ മയങ്ങി വീഴാതെ എന്റെ ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിനാണ് എന്റെ ബലം. എല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉപരിയായി നമ്മൾ പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരാൻ ഈ സമയം പ്രിയ സഹോദരങ്ങളെ, കുടുംബശ്ശേരി നിവാസികളെ, ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം യേശു അറിയിച്ച ഈ സദ്വാർത്ത നിങ്ങളോട് പറയുവാൻ വാങ്ങി ലഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളും നിങ്ങൾക്കെല്ലാം വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കും. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം തേടുകയാണ്. അമ്മ അവിടുത്തെ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തിരുവചനം മാംസമായി ധരിക്കുവാൻ അമ്മ അവതരിച്ചതുപോലെ അമ്മ ഈ നിമിഷം നിങ്ങളിലേക്കെല്ലാം ലഭിച്ച തിരുവെഴുത്തുകൾ മാംസം ധരിപ്പിക്കുവാൻ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു.